കുഞ്ഞാപ്പയുടെ വാപ്പയുടെ കാലം തൊട്ടാണ്. കുഞ്ഞാപ്പയുടെ വാപ്പ പണ്ട് പണിക്കന്മാരുടെ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു. ചേട്ടൻ ഹൈദർ ഹാജി പാണക്കാട് പൂക്കോയ തങ്ങളുടെ കൂടെയും. തട്ടിമുട്ടി കഷ്ടപ്പെട്ട് ചെലവ് കൊണ്ട് നടത്തുന്ന ഒരു സാധാരണ കുടുംബം. കുഞ്ഞാപ്പയെ പഠിപ്പിക്കാനും വളർത്തി വലുതാക്കാനും പാപ്പയും ചേട്ടനും ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കുഞ്ഞാപ്പ എങ്ങനെയൊക്കെയോ ഡിഗ്രി പാസ്സായി. പലപ്പോഴും കുഞ്ഞാപ്പയുടെ പഠനത്തിനായുള്ള ഫീസ് പോലും അടച്ചിരുന്നത് പൂക്കോയ തങ്ങളായിരുന്നു. ചേട്ടൻ ഹൈദറിന്റെ പിടിപാട് വെച്ച് പതിയെ പതിയെ പഠനം പൂർത്തിയായപ്പോൾ കുഞ്ഞാപ്പയ്ക്ക് മലപ്പുറം സ്പിന്നിംഗ് മില്ലിൽ ജോലി ലഭിച്ചു. കുഞ്ഞാപ്പയ്ക്ക് പ്രായം കൂടി കൂടി വന്നു. ഒടുവിൽ കെട്ടുപ്രായമായി. അങ്ങനെ ഒരു ഡിഗ്രിക്കാരനായ പുയ്യാപ്ല വേണമെന്ന് വയനാട്ടിലുള്ള കക്കോടം മൂസ ഹാജി പൂക്കായ തങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രകാരം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കുഞ്ഞാപ്പയെ കൊണ്ട് മൂസ ഹാജിയുടെ മകളെ കെട്ടിച്ചു. ഓർക്കണം, കുഞ്ഞാപ്പയ്ക്ക് 10 പൈസ പൂർവിക സമ്പാദ്യമോ മണിമാളികയോ ഒന്നുമില്ല. ആകെയുള്ളത് കച്ചത്തൊരു ഡിഗ്രി മാത്രം. അതും വെച്ച് പഹയം പെണ്ണ് കെട്ടി. പെണ്ണ് കെട്ടിയ വഹിയിൽ ഇന്ന് കുഞ്ഞാപ്പ താമസിക്കുന്ന സ്ഥലവും ഒരു വീടും സ്ത്രീധനമായും ലഭിച്ചു. സംഭവം ഇതിപ്പോ നടന്നിട്ട് കുറെ ആയല്ലോ. ന്യൂസിനെ കാണിക്കാൻ കുറച്ച് പത്രസൊക്കെ വേണ്ടേ? അതിനും വേണ്ടി ആള് നൈസായി വീടിന്റെ മുറ്റത്തൊരു പഴയ കാറ് വാങ്ങി അങ്ങിട്ടു. ഞാനൊരു പഴയ തറവാട്ടുകാരനാണെന്ന് നാട്ടുകാരെ കാണിക്കണമല്ലോ. അതിനു വേണ്ടി മാത്രായിരുന്നു ഈ ഷോ. അപ്പൊ കാണുന്നവരെന്ത് കരുതും? ഇയാളാളൊരു പൂത്ത പണക്കാരൻ തന്നെ. കണ്ടാ വീടിന്റെ മുറ്റത്ത് കാറൊക്കെ. ഇത് മുഴുവനും എന്റെ പൂർവിക സ്വത്താണെന്ന് തെളിയിക്കാനുള്ള ഓട്ടപ്പാച്ചില്ലായിരുന്നു കക്ഷി. എന്തല്ലേ പാവം. ഓ എന്റെ ബരേ, നിങ്ങൾ കണ്ട നാളായിട്ട് ഇന്നേ വരേക്ക് നാട്ടില് വല്ല കച്ചവടവും മാനം മര്യാദയ്ക്ക് ചെയ്തെണ്ണോ? എവിടുന്ന്? ആകപ്പാടെ ചെയ്തിട്ടുള്ളത് മുഴുവനും കളകടത്തും കുഴപ്പണോ. മുസ്ലിം ലീഗിന്റെ വീരനായകൻ കുഞ്ഞാപ്പയുടെ ഉറ്റ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് എടുത്ത അതില് മുഴുവനും കുറെ ചന്ദന കള്ളക്കടത്തുകാരും കുഴൽപ്പണക്കാരും സ്വർണ്ണ കള്ളക്കടത്തുകാരും പെൺവാണിപ്പക്കാരും ഒക്കെ കാണും. ഇത് ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല, കാലം കൊറേയായി. ഇന്നും കുഞ്ഞാപ്പയുടെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കണം. ഈ പറഞ്ഞവന്മാരെല്ലാം കാണും അവിടെ. ഇന്നും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് കുഞ്ഞാപ്പ മാത്രല്ല, ഉറ്റ സുഹൃത്തുക്കളും കൂടിയാണേ. പിന്നെ എങ്ങനെയാ ഗതി പിടിക്കുക? അല്ലേ ഇഷ്ടാ, ഇതല്ലേ കോലം. തീർന്നില്ല, കുറച്ചുകൂടിയുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏത് പണക്കാരനേക്കാളും പണം തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പാദിച്ച മഹാനാണ് നമ്മുടെ കുഞ്ഞാപ്പ.